സാറേ, ബാഷർ അസാദ് അവിടെ ഈ സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സമയത്ത് അദ്ദേഹം പോയ പ്ലെയിൻ ഒരു യൂ ടേൺ എടുത്ത് പോയി എന്നാണ് നമ്മൾ ആദ്യം കേട്ടത്. അതായത് ഡമാസ്കസിൽ നിന്ന് അദ്ദേഹം ലഡാക്കി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. പിന്നീട് ഈ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് റഷ്യൻ വിമാനം അവിടെ എത്തി അദ്ദേഹത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ റഷ്യയ്ക്കും അറിയാമായിരുന്നു, ബാഷർ അൽ അസദിനും അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പലരെയും കബളിപ്പിക്കപ്പെട്ടു. കാരണം പ്രധാനമന്ത്രിയുടെ അടുത്ത് ചോദിച്ചപ്പം പിറ്റേ ദിവസം മാധ്യമങ്ങളെ കാണാൻ ബാഷർ അൽ അസദ് തയ്യാറാണ്, മീഡിയ പേഴ്സൺസ് എല്ലാം വരണമെന്നൊക്കെ അറിയിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം എവിടെ പോയി എന്ന് അറിയില്ലാതെ. ഇവിടെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബാഷർ അൽ അസദ് നടത്തിയത്. ബാഷർ അൽ അസദ് നടത്തിയത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടെ നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് താല്പര്യമായിരുന്നു. പക്ഷേ ഈ എയർപോർട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എയർബേസ് മിലിറ്ററി എയർഫോഴ്സിൻ്റെ എയർബേസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഡ്രോൺ അറ്റാക്സ് വന്നുകൊണ്ട് റഷ്യ അഡ്വൈസ് ചെയ്ത് ഉടനെ പോരാൻ പറഞ്ഞു. അതുകൊണ്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ആൾക്കാരെ വിട്ടുപോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷെ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു സീരീസ് ഓഫ് നുണകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ പ്രകടമാണ്, വ്യക്തമാണ്, സംശയാതീതമായിട്ട് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഇവരെയൊക്കെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന വിശ്വസ്തരെ എല്ലാവരെയും നല്ലപോലെ പറ്റിച്ചിട്ടാണ് അദ്ദേഹം കടന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിറിയയിൽ കാര്യങ്ങൾ പോക്ക് ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നവംബർ 28 തന്നെ അദ്ദേഹം റഷ്യക്ക് പോയിരുന്നു. റഷ്യയിൽ പോയി അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ കാര്യങ്ങൾ നമ്മുടെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ്, വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു റഷ്യയോട്. അപ്പോൾ റഷ്യക്കാരോട് ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യണം, ഇടപെടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റഷ്യക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. കാരണം ഒന്നാമത്തെ യുക്രൈൻ എന്ന് പറഞ്ഞാൽ അവർക്ക് 2 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞാൽ യുദ്ധം 3 കൊല്ലം കഴിഞ്ഞിട്ടും തീരുന്നില്ല, ആ അവസ്ഥയാണ്. അപ്പോൾ ഇനി വേറെ ഒരു സ്ഥലത്ത് പോയി ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഞങ്ങളെ കൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ള സൂചന നൽകി. സൂചനയല്ല, വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ബാഷർ അൽ അസദ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് കേട്ടു. അദ്ദേഹത്തിന് കാര്യം അറിയാം, പക്ഷേ അത് അദ്ദേഹം മാത്രമേ കേട്ടിട്ടുള്ളൂ. വേറെ ആർക്കും കേൾക്കാനോ പറയാനോ അവസരം കൊടുക്കാതെ അത് അദ്ദേഹം മനസ്സിൽ തന്നെ സൂക്ഷിച്ചു. വേറെ ആരോടും പറഞ്ഞില്ല. അതായിരുന്നു സാഹചര്യം. അതായത് റഷ്യ സഹായിക്കില്ല എന്ന് ബാഷർ മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി, വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷേ സഹായിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മാത്രം അറിയാം, ബാക്കി ആരോടും അദ്ദേഹം അത് പറയുന്നില്ല. പിന്നെ ആ ഇടയ്ക്ക് ഇറാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് ചില പോസ്റ്ററിങ് ഒക്കെ നടത്തി. അതായത് ഞങ്ങൾ 1 ലക്ഷം ഞങ്ങളുടെ റവല്യൂഷണറി ഗാർഡ്സിനെ അയച്ചിട്ട് അദ്ദേഹത്തെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ ഈ പറഞ്ഞ ബാഷർ അൽ അസദിന് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ അങ്ങനെ ഇടപെടുമ്പോൾ ഇസ്രായേലും ഇടപെടാൻ വരും. വിദേശ ആക്രമണം അവർ നടത്തുമെന്ന് പറഞ്ഞാൽ ഞങ്ങളും നടത്തും എന്ന് പറഞ്ഞ് ഇസ്രായേൽ എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ടുപോയി പൊട്ടിക്കും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു ശ്രമം നടത്തിയത് UAE അവരെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ അവിടെ വരാം, അഭയം നൽകുകയാണെങ്കിൽ അവിടേക്ക് വരാൻ തയ്യാറാണെന്നുള്ള സൂചന നൽകി. അപ്പോൾ അങ്ങനെ അഭയം തേടുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഇദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം, മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ UAE പറഞ്ഞു, നിങ്ങളുടെ പേരിൽ ഇപ്പോൾ സാങ്ഷൻസ് ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഉണ്ട്, യൂറോപ്യൻ യൂണിയൻ്റെയും സാങ്ഷൻസ് ഉണ്ട്. കെമിക്കൽ വെപ്പൺസൊക്കെ ഉപയോഗിച്ചതിൻ്റെ പേരിൽ അവർ ഇതൊരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഇത് വലിയ പ്രശ്നമാവും, കാരണം ഞങ്ങൾക്കെതിരെയും ചിലപ്പോൾ സാങ്ഷൻസ് വരും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കാര്യം വ്യക്തമായി, ഈ പറയുന്ന അസദിന് കാര്യം വ്യക്തമായി. ഇനി ഇവിടെ വേറെ സ്കോപ്പൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഈ സാഹചര്യം പുറത്ത് പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഡിസംബർ 7 ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അവിടുത്തെ മിലിറ്ററി മാത്രമല്ല, സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കമാൻഡേഴ്സിൻ്റെ എല്ലാവരുടെയും വിളിച്ച് അവിടെ കൂട്ടി. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മീറ്റിംഗ് നടത്തി. 30 മിലിറ്ററി കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു, ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയും മറ്റു പോലീസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി 30 കമാൻഡേഴ്സ്, സെക്യൂരിറ്റി റിലേറ്റഡ്. ഈ 30 പേരും കൂടി പറഞ്ഞു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, റഷ്യ നമ്മളെ സഹായിക്കാനായിട്ട് അവിടുന്ന് സൈന്യത്തെ വിടുന്നുണ്ട്, അവിടുന്ന് സൈന്യം പുറപ്പെട്ട് കഴിഞ്ഞു, ഒന്നും പേടിക്കാനില്ല, ഒരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ നാട്ടിൽ ഒരു പ്രഖ്യാപനം കേൾക്കാറില്ലേ, കേരളയിൽ വരും കേട്ടാ എന്ന് പറഞ്ഞോണ്ടും റഷ്യൻ മിലിറ്ററി വരും കേട്ടാ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ വരും കേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഈ ആൾക്കാരെയൊക്കെ ബോധ്യപ്പെടുത്തി ഒന്നും പേടിക്കാനില്ല എന്നുള്ളത്. അതിനിടയ്ക്ക് അവിടെ മീഡിയ അഡ്വൈസർ വന്നു. അവരുടെ പേര് ബുത്താനിയ ഷബാൻ എന്നാണ് ആ ലേഡിയുടെ പേര്. അവരോട് പറഞ്ഞു,
ഇങ്ങനെ സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രസംഗങ്ങൾ എഴുതി പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. അടുത്ത പ്രസംഗം എഴുതി വേഗം പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകും. ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും സമയമെടുത്ത് നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നല്ലപോലെ ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ അല്ലെങ്കിൽ അടുത്ത സ്പീച്ചിന് സമയമാകുമ്പോൾ അത് ഉപയോഗിക്കണം. 2 മണിക്കൂർ എടുത്ത് അത് പ്രിപ്പയർ ചെയ്തിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ പ്രസിഡൻഷ്യൽ ഓഫീസ് മാനേജർ ഉണ്ട്, ഈ പ്രസിഡൻറ്റിൻ്റെ ബിൽഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആൾ. അങ്ങേരോട് പറഞ്ഞു എവറിത്തിങ് ഈസ് ഓക്കെ, ഒരു കുഴപ്പമില്ല, റഷ്യൻ മിലിറ്ററി വരും കേട്ടാന്ന് അദ്ദേഹത്തോടും പറഞ്ഞു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും നല്ല ധൈര്യമായി. എന്നിട്ട് ഈ 30 കമാൻഡേഴ്സിനോട് പറഞ്ഞു, യു ഹോൾഡ് യുവർ ഗ്രൗണ്ട്, ഭയച്ച കാര്യമൊന്നും അന്വേഷിക്കേണ്ട, പേടിക്കേണ്ട, ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ അതാത് ഏരിയാസ് നിങ്ങളുടെ കീഴിലുള്ളത് സൂക്ഷിച്ചോ, കാരണം റഷ്യൻ ആർമി വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് അവരോടും പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഈ ഓഫീസ് മാനേജറെയും തൃപ്തിപ്പെടുത്തി വിട്ടു, മീഡിയ മാനേജറെയും തൃപ്തിപ്പെടുത്തി വിട്ടു, 30 കമാൻഡേഴ്സ് അവരെയും തൃപ്തിപ്പെടുത്തി, എല്ലാവർക്കും തൃപ്തി, സന്തോഷം. റഷ്യ വരുമല്ലോ അല്ലേ, റഷ്യ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല, നിങ്ങളുടെ ആ ഗ്രൗണ്ട് നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ സ്ഥലം അത്രയും മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടൂ, വേറെ ഒന്നും ആലോചിക്കേണ്ട, ഇനി നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ, ഞാനും വീട്ടിലേക്ക് പോയിക്കോളാം എന്നോ. അങ്ങനെ അദ്ദേഹം സാധാരണ വീട്ടിലേക്ക് പോകുന്നൊരു കാറുണ്ട്, ആ കാറിൽ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത് പലരും കണ്ടു. പക്ഷേ അദ്ദേഹം വീട്ടിലേക്കല്ല പോയത്, അദ്ദേഹം പോയത് ഡമാസ്കസ് എയർപോർട്ടിലേക്കാണ്. ആ എയർപോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ലട്ടാക്കിയ എന്ന് പറയുന്ന സിറ്റി ഉണ്ട്, അവിടേക്ക് പോയി. ആ ലട്ടാക്കിയ സിറ്റിയുടെ അടുത്ത് മെയ്മിം എന്ന് പറഞ്ഞിട്ട് പറയാൻ ഇത്തിരി പ്രയാസമാണ്, മെയ്മിം എന്ന് പറഞ്ഞത് ആ എയർഫോഴ്സ് ബേസ് റഷ്യൻ എയർഫോഴ്സിൻ്റെ ഉണ്ട്. റഷ്യൻ എയർഫോഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബേസാണ്. പിന്നെ അതേപോലെ അവരുടെ വേറെ കുറച്ച് ഒരു നേവിയുടെ ബേസ് താവളമുണ്ട്, ടാർട്ടസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയർഫോഴ്സ് ബേസ് മെയ്മിം, പറയാൻ പ്രയാസം, അവിടേക്ക് പോയി. അവിടെ ചെന്നു. അപ്പോൾ ഇനിയിപ്പം നോക്കിയിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അവിടെ നിന്ന് അദ്ദേഹം യാത്ര പുറപ്പെടാനായിട്ട് തയ്യാറായി. അപ്പോൾ ഇദ്ദേഹം യാത്ര പുറപ്പെടാനായിട്ട് തയ്യാറായി. കുറേ കഴിഞ്ഞപ്പോൾ ഈ മീഡിയ മാനേജർ അവിടെ വന്നു. ആ സ്ത്രീയുടെ പേര് ബുത്തൈന ഷബാൻ. അങ്ങേര് നോക്കി നടന്നിട്ട് ബാഷർ അൽ അസാദിനെ അവിടെ എങ്ങും കാണാനില്ല. ആളിവിടം വിട്ടുപോയെന്നുള്ളത് പതുക്കെ ആൾക്കാർക്ക് വ്യക്തമായി. കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്ന് ഇദ്ദേഹത്തിൻ്റെ ഓഫീസൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ചില ബന്ധുക്കളൊക്കെ ഉണ്ട് ബാഷർ അൽ അസാദിന്. ഒരാളുടെ പേര് മാഹർ എന്നാണ്. മാഹർ എന്ന് പറഞ്ഞാൽ ബ്രദറാണ്, അദ്ദേഹത്തിൻ്റെ യങ്ങർ ബ്രദറാണ്. ഈ മാഹറിനോട് പോലും കാര്യം പറഞ്ഞിട്ടില്ല. മാഹറിന് ഈ അപകടം സൂചന കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഹെലികോപ്റ്ററിൽ ഇറാഖിലേക്ക് പോയി. ഇറാഖിൽ പോയിട്ട് അവിടെ നിന്ന് റഷ്യക്ക് പോയി. പക്ഷേ 2 കസിൻസ് ഉണ്ടായിരുന്നു. കസിൻസിൻ്റെ പേര് എഹാദ് മക്ലൂഫ് എന്നും എയാദ് മക്ലൂഫ് എന്നുമാണ്. ഈ എഹാദ് മക്ലൂഫ് എന്ന് പറയുന്ന ആളും എയാദ് മക്ലൂഫ് എന്ന് പറയുന്ന ആളും കൂടി ലെബനോണിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടു. കാറിൽ പോയി. പക്ഷേ ഓൺ ദി വേ ദേ വർ ആംബുഷ്ഡ്. അപ്പോൾ ഈ മൂത്ത ആൾ എഹാദ് എന്ന് പറയുന്ന ആളെ വെടിവെച്ച് വന്നു. പിന്നെ എയാദിന് ഇഞ്ചുറി പറ്റിയെന്ന് പറയുന്നുണ്ട്. ഇഞ്ചുറി പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെച്ചിട്ട് ചത്തിട്ടുണ്ടാവില്ല, വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും, അത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ആ രീതിയിൽ ആക്കിയിട്ട് അദ്ദേഹത്തെയും വിട്ടു. അപ്പോൾ ഈ ഡമാസ്കസിൽ ചെന്നിട്ട് പിന്നെ ബാഷർ അൽ അസാദ് ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റഷ്യയുടെ തന്നെ വിമാനത്തിൽ കയറി അവിടെ നിന്നും പുറപ്പെടുമ്പോൾ ലോ ആൾട്ടിറ്റ്യൂഡിലാണ്, അതായത് ഈ റഡാറിൻ്റെ ശ്രദ്ധയപ്പെടാതെ. പിന്നെ ഈ ഫ്ലൈറ്റുകളിലൊക്കെ ട്രാൻസ്പോണ്ടർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, എവിടെയാണെന്ന് കൃത്യമായിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ, ഓൾട്ടിറ്റ്യൂഡ്, ഡിറക്ഷൻ, മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് കൃത്യമായിട്ട് സിഗ്നൽസ് കിട്ടും. ഈ സാധനം ഓഫാക്കിയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിന് ഒരു സിഗ്നലും കിട്ടണില്ല, പ്ലെയിൻ അടിഞ്ഞു പോയെന്ന ആൾക്കാർ വിചാരിച്ചത്. കുറേ നേരത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ വിമാനം ആക്രമിക്കപ്പെട്ടു, കാണാനില്ല, അദ്ദേഹം അങ്ങനെ ഒരു അഭ്യൂഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇദ്ദേഹം അങ്ങോട്ട് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഏത് റഷ്യയിലേക്ക്. പിന്നെ റഷ്യയിൽ ഇദ്ദേഹം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതോടുകൂടി, അല്ലെങ്കിൽ ഈ മെയ്മിം എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടതോടുകൂടി 24 വർഷത്തെ ബാഷറിൻ്റെ ഭരണം അവസാനിച്ചു. 13 വർഷത്തെ സിവിൽ വാർ അവസാനിച്ചു. അരനൂറ്റാണ്ടിൻ്റെ ഫാമിലി റൂൾ, അസദ് റൂൾ അവസാനിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ റഷ്യയിൽ ലാൻഡ് ചെയ്തു. റഷ്യയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി, ഭാര്യയും പിള്ളേരും അവിടെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ദേ വർ ലെഫ്റ്റ് ദെയർ ഫേറ്റ്. എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ സംഭവിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോയത്. പിന്നെ ഈ ഫ്ലഡ് ഇൻ എ ഹറി, അതായത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള തിരക്കിലായിരുന്നു. കാരണം അദ്ദേഹം പോയപ്പോൾ ഫാമിലി ആൽബം വരെ അവിടെ വിട്ടിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ആൾക്കാർ ഇവിടെ കൊള്ളയടിക്കാൻ വന്ന നാട്ടുകാരും ഉണ്ട്, റിബൽസും ഉണ്ട്.
അവർ ഒരുവിധം കിട്ടാവുന്ന സാധനമൊക്കെ എടുത്തുകൊണ്ടുപോയി. പിന്നെ ഈ ആൽബം അവർ കൊണ്ടുപോയില്ല. ഈ ആൽബം കൊണ്ടുപോയിട്ട് അവർക്ക് കാര്യമില്ല, അതവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സിവിലിയൻസിനും റിബൽസിനും ഒക്കെ നന്നായിട്ട് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാനൊരു അവസരം കിട്ടി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്ന് വിശ്വസ്തരെയൊക്കെ നല്ലപോലെ പണി കൊടുത്തിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നെ ഇപ്പം അദ്ദേഹം പറയുന്നത് എനിക്ക് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാനായിരുന്നു താല്പര്യം, പക്ഷേ റഷ്യ അവിടെ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി. അങ്ങനെയൊക്കെ കൊണ്ടുപോയി. ഈ റഷ്യ നിർബന്ധിച്ച് കൊണ്ടുപോയി മറ്റു കാരണമുണ്ട് സാറേ. ഈ ബാഷർ അൽ അസദ് ആ രാജ്യത്ത് നിന്ന് ഏതാണ്ട് 2 ടൺ കറൻസിയാണ് റഷ്യയിലേക്ക് കൊണ്ടുപോയത്, അതായത് പൗണ്ടും ഡോളറും അടക്കം. അപ്പോൾ 2 ടൺ കറൻസി എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ നിന്ന് അത്രയും കൊണ്ടുപോകും. അപ്പോൾ അത്രയും പൈസ റഷ്യയിലെ വിവിധ ബാങ്കുകളിൽ, മോസ്കോയിലും വിവിധ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ബാഷർ അൽ അസദിനെ രക്ഷിക്കേണ്ടത് റഷ്യയുടെ ഒരു ബാധ്യതയും കൂടിയാണ്. മാത്രവുമല്ല USSRന്റെ കാലം മുതൽ തന്നെ സിറിയയിൽ അവരൊരു പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മഞ്ഞു മൂടിയ കാലാവസ്ഥയൊക്കെ അവർ അതിജീവിക്കണമെങ്കിൽ ആ ടാർട്ടസിൽ അവർ 4 ഷിപ്പുകളും വെച്ചിരുന്നു. അപ്പോൾ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള വിമതരുടെ അറ്റാക്ക് തുടങ്ങിയപ്പോൾ തന്നെ റഷ്യ പതുക്കെ അവരുടെ ഷിപ്പുകൾ അവിടെ മാറ്റുകയും ചെയ്തു. അതിനുശേഷമാണ് ഇസ്രയേൽ അവിടെ അറ്റാക്ക് നടത്തുകയും ബോട്ടുകൾ, അവിടുത്തെ സിറിയൻ നേവിയുടെ ബോട്ടുകൾ അടക്കം മുക്കുകയും ചെയ്തു. അപ്പം റഷ്യയുടെ ഇപ്പോഴും അവിടെ ആർമി അവിടെ ഉണ്ട്. ആ ആർമി അവിടെ നിന്നോട്ടെ എന്നുള്ള ഒരു ധാരണയിൽ ഇവരോട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് പോകുന്നുണ്ട്. അപ്പം ബാഷറിനെ റഷ്യയിൽ നിർത്തുകയും ഒപ്പം അബു ജലാനിയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിന് പോകാനും റഷ്യ തയ്യാറെടുത്തു. കാരണം റഷ്യക്ക് ഈ സാധനം ഇല്ലെങ്കിൽ ഈ മെഡിറ്ററേനിയൻ സീ വഴിയുള്ള അവരുടെ കപ്പൽ ചരക്ക് ഗതാഗതവും അതിലെ ഒരു നാവിക രീതിയിലുള്ള സുരക്ഷയെ അതൊക്കെ ബാധിക്കും. അതായത് റഷ്യൻ പോർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ എക്സ്ട്രീം തണുപ്പ് കാലാവസ്ഥയാണ്. നമുക്കറിയാലോ, സൈബീരിയയിലൊക്കെ പണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുമ്പോൾ വിമതരെയൊക്കെ കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നത് സൈബീരിയയിലാണ്. അവിടെയൊക്കെ ചിലപ്പോൾ -50°C വരെയൊക്കെ പോകും. അത് ആർക്കും അതിജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസമൊക്കെ മറക്കും ആ തണുപ്പിൽ കിടക്കുമ്പോൾ. -50° ഉള്ള പല സ്ഥലങ്ങളും ഉണ്ട് റഷ്യയിൽ. അപ്പോൾ അതേപോലെ തന്നെ അവരുടെ ഈ നാവിക കേന്ദ്രങ്ങളിലും നാവിക ആസ്ഥാനങ്ങളിലും ഒക്കെ ഈ ടെമ്പറേച്ചർ വലിയ പ്രശ്നമാണ്. ഷിപ്പിന് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മെഡിറ്ററേനിയനിൽ കമ്പാരിറ്റീവ്ലി വാം വാട്ടറാണ്. അതുകൊണ്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ സൗകര്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് സാധാരണ ഒരു രാജ്യത്ത് എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ ഈ നേവിയുടെ ഷിപ്പുകൾ ആ രാജ്യത്തേക്ക് വിടാറാണ് പതിവ്. ഗൺ ബോട്ട് ഡിപ്ലോമസി എന്നൊക്കെ പറയും. ഇവിടെ റഷ്യ ചെയ്തത് നേരെ മറിച്ചാണ്. ഇവിടെ പ്രശ്നം കണ്ടപ്പോൾ അവരെല്ലാം ഷിപ്പ് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം അങ്ങനെയൊക്കെ ആക്കി കാര്യങ്ങൾ വ്യക്തമായിരുന്നു. പക്ഷേ ബാഷർ അൽ അസദ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവും പുറത്തു വിടാതെ അദ്ദേഹം സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അനുജനെയോ അദ്ദേഹത്തിൻ്റെ കസിൻസിനെയോ അദ്ദേഹത്തോടൊപ്പം നിന്ന 30 മിലിറ്ററി കമാൻഡേഴ്സിനോ അവരുടെ ഒന്നും കാര്യത്തിൽ അദ്ദേഹം ഒരു താല്പര്യം എടുക്കുക. ദേ വർ ലെഫ്റ്റ് ദെയർ ഫേറ്റ്. ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരൻ ഉൾപ്പെടെ അവിടെ ഈ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയതിൻ്റെ ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ ഇവരുടെ സമ്പത്തിൻ്റെ ഒരു ഘടന എങ്ങനെയാണെന്നൊക്കെ പുറത്തു വരുന്നുണ്ടല്ലേ? ഇവിടുത്തെ ഈ മിഡിൽ ഈസ്റ്റിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് കേസ്. ഞാൻ കഴിഞ്ഞ നമ്മുടെ ഒരു ഡിസ്കഷനിലാണെന്നാണ് പറഞ്ഞായിരുന്നു, ടുണീഷ്യ എന്നുള്ള ആൾ രക്ഷപ്പെട്ടപ്പോൾ, ബെന്നലി എന്ന് പറയുന്ന ആൾ രക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹവും ഭാര്യയും 2 പിള്ളേരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പ്ലെയിനിൽ കൊള്ളാവുന്ന അത്രയും സ്വർണ്ണം സെൻട്രൽ ബാങ്കിൽ നിന്ന് കയറ്റിയിട്ടാണ് പോയത്. പിന്നെ നമ്മൾ PLOയുടെ ചെയർമാൻ യാസർ അറാഫത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ വിപ്ലവം പറഞ്ഞു നടന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയും ആൾക്കാരൊക്കെ താമസിച്ചിരുന്നത് പാരീസിലാണ്. ഇദ്ദേഹം മാത്രമാണ് പലസ്തീനിൽ നിൽക്കുന്നത്. അത് പാലസ്തീൻ ഈ നേതാക്കളുടെ പലരുടെയും കാര്യം അതാ. പിന്നെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാസർ അറാഫത്ത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ PLOയുടെ ഫണ്ട് മുഴുവനും ഇദ്ദേഹത്തിന്റെ ഒരുവിധമൊക്കെ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലാണ്. ഇദ്ദേഹത്തിന്റെ വൈഫ് ഒരു ക്രിസ്ത്യൻ ആയിരുന്നു, പിന്നെ ഒരു മകളും ഉണ്ട്. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഫണ്ടൊക്കെ അവരുടെ. അപ്പോൾ ലണ്ടനിൽ ഒരു സ്ട്രീറ്റ് അറിയപ്പെടുന്നത് ഈ യാസർ അറാഫത്തിൻ്റെ മകളുടെ പേരിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രീറ്റിൻ്റെ 2 വശത്തുള്ള ബിൽഡിങ്സ് മുഴുവനും യാസർ അറാഫത്തിൻ്റെ മകൾ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ ഈ രാജ്യങ്ങളിലെ രീതി. വിപ്ലവമൊക്കെ പറയും കയ്യിലിരിപ്പൊക്കെ ഇതാണ്. അതേപോലെ ഗദ്ദാഫി പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു അക്കൗണ്ടിൻ്റെ രഹസ്യം കണ്ടെത്തി അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ $80 ബില്യൺ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അത് ഇവരുടെ രീതി ഇതൊക്കെയാണ്. അപ്പോൾ സ്വന്തം രാജ്യത്തെ എങ്ങനെയും ചൂഷണം ചെയ്ത് അവിടുത്തെ സമ്പത്ത് കൊണ്ടുപോയി അവരുടെ പേരിൽ നിക്ഷേപിച്ച് മറ്റു രാജ്യത്ത് സേഫ് ആകുക. ഇവർ ആജീവനാന്ത ഭരണകർത്താക്കളാണല്ലോ. അപ്പോൾ ആ കിട്ടുന്ന പണം ഇഷ്ടം പോലെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാൻ ഒന്നും ചെയ്യില്ല അല്ലേ? സ്വന്തം കാര്യങ്ങൾ, കുടുംബത്തിന്റെ കാര്യങ്ങളല്ലേ? അപ്പോൾ എന്തായാലും റഷ്യ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടും ബാഷർ അൽ അസാദ് തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുകയും ഒപ്പം ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും വഞ്ചിക്കുകയും ചെയ്തിട്ടാണ് രക്ഷപ്പെട്ടത് അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.